സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇന്ന് രാവിലെ നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ബാറ്ററി പെട്ടി തുറന്നു കിടക്കായിരുന്നു. അതിന്റെ ബാറ്ററി രണ്ടും കാണാണ്ടായില്ല. അപ്പൊ വേറെ ഒന്നും അവര് പൊളിക്കുകയോ പൂട്ട് പൊളിക്കുകയോ വേറെ ചെയ്തില്ല. ഈ ബാറ്ററി പെട്ടിയുടെ പൂട്ട് പൊളിച്ച് പൂട്ടടക്കം കൊണ്ടുപോയി. ബാറ്ററി പെട്ടി അസ്ഥിരമായിട്ട് കാലങ്ങളായിട്ട്, അതായത് 20 കൊല്ലമായിട്ട് അവിടെ തന്നെ അടക്കണം. ഇന്നലെ 7:45 വണ്ടി അവിടെ വന്ന് പാർക്ക് ചെയ്തതാ. ഞങ്ങൾ വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് രാവിലെ 5-6 മണിയാകുമ്പോ ഞങ്ങൾ വരുള്ളൂ. അപ്പൊ വന്നു കഴിഞ്ഞ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ സ്വിച്ച് ഉണ്ട്. ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ പോണേ. ആ മെയിൻ സ്വിച്ച് ഓൺ ചെയ്താലാണ് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോ കറണ്ട് വരാത്ത കാരണം നോക്കിയപ്പോ ബാറ്ററി ഉണ്ടായിരുന്നില്ല പെട്ടിയില്. ബാറ്ററി പെട്ടി പൊളിച്ചിട്ട് ലോക്ക് പൊളിച്ചു. എന്നിട്ട് ബാറ്ററി പെട്ടി അടച്ചു വെച്ചേക്കായിരുന്നു. അങ്ങനത്തെ ടൈപ്പ് ഇതാണ് പെട്ടിയാണ് ഞങ്ങളുടെ. അത് അപ്പൊ രാവിലെ നോക്കി കഴിഞ്ഞപ്പോ 2 ബാറ്ററി ഇല്ല. പിന്നെ തന്നെ വീണ്ടും വണ്ടി കാലത്തെ ആൾക്കാരെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി തള്ളി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സർവീസ് നടത്തി. ആ പൂട്ട് താഴത്തെ പൂട്ടിയേക്കായിരുന്നു. അത് ആ പൂട്ട് തല്ലി പൊളിച്ച പൂട്ട് കൊണ്ടുപോയി അവര്. ആ പൂട്ട് അവര് കൊണ്ടുപോയി. ഒന്നും കണ്ടില്ല. അത് ഞങ്ങളുടെ അവിടുത്തെ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ചായക്കടയിലെ വിഷ്വലില് ഒരു കാറ് വന്ന് നിൽക്കണത് ആ ചായക്കടയിലെ വിഷ്വലിലുണ്ട്. വ്യക്തമല്ല, നമ്പറൊന്നും വ്യക്തമല്ല. പിന്നെ ഓപ്പോസിറ്റ് ആ വണ്ടി നേരെ കോടിശ്ശേരി ഭാഗത്തുനിന്ന് വന്ന കാർ ബസിന്റെ അടുത്ത് നിന്നിട്ട് പുളിയനം ഭാഗത്തേക്ക് ആ കാർ പോയ അതിന്റെ ഹെഡ്ലൈറ്റ് കാരണം നമ്പർ വ്യക്തമായില്ല. ഫ്രണ്ടില ഒരു മാരുതിയുടെ വണ്ടിയാണ്, സെലറിയോ എന്നാണ് ഏകദേശം ഒരു അതിന്റെ രൂപം കണ്ടിട്ട്. ഇതില്ല, ഇതുവരെ ഇത്രയും കാലങ്ങൾക്കിടയിൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ലല്ല, നമ്മുടെ ഒരു വണ്ടി ഓപ്പോസിറ്റ് പറമ്പില് വേറൊരു വണ്ടി, അങ്ങനെ 2 വണ്ടി കിടക്കും. പിന്നെ അതേപോലെ ഇതിനു മുന്നേ അവിടെ മോഷണം പോയിട്ടുണ്ട്. ഇളവൂര് ഒരു സിറ്റിസൺ എന്ന് പറഞ്ഞ ബസിന്റെ മോഷണം പോയിട്ടുണ്ട്. അത് തൊട്ടടുത്ത് തന്നെ ഒരിക്കല് അന്നമനടയിൽ വെച്ച് പോലീസ് പിടിക്കുകയും ചെയ്തു. ക്യൂൻ മേരിയുടെ സിറ്റിസന്റെ. അതായത് ഈ ബാറ്ററി പുതിയ ബാറ്ററി ആയിരുന്നു. ഞങ്ങളുടെ 130 ബാറ്ററി 12,500 വില വരും ഒരു ബാറ്ററിക്ക്. അതിന് 2 ബാറ്ററി ഏകദേശം ഒരു 25,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബാറ്ററി കൊടുത്ത് മേടിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 18 രൂപ വില വരും. അതിന് പോലീസിനെ കംപ്ലൈന്റ് ഇൻഫോർമേഷൻ ചെയ്തിട്ടുണ്ട്.